ഞാൻ ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വലിച്ച് പറിച്ച് തുറക്കാൻ നോക്കിയിട്ടൊന്നും തുറന്നു വരുന്നില്ല. ലാസ്റ്റ് എനിക്ക് കത്തി എടുക്കേണ്ടി വന്നു. ഞാൻ ഇത് മൊത്തം കൂടെ കുത്തി കീറി വലിച്ച് പുറത്തെടുത്തു. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്. ഓക്കെ, അങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ കറിയാണ് മുഗൾ കാലഘട്ടത്തിൽ ഒറിജിനേറ്റായ നമ്മുടെ സ്വന്തം നിഹാരി. മട്ടൻ നിഹാരി ഒന്നുമല്ല, ബീഫ് നിഹാരിയാണ്. എനിക്ക് ബീഫാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഈ ബീഫിനോടുള്ള പ്രത്യേക ഇഷ്ടവും പിന്നെ നിഹാരി കഴിക്കാനുള്ള ഒരു ത്വരയും കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഒരു റൊട്ടിയും ഒരു പീസ് ബീഫും കുറച്ച് ഗ്രേവിയും ചേർത്ത് ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു. അത്യാവശ്യം നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള സ്ലോ കുക്ക് ചെയ്യുന്ന, ഓവർനൈറ്റ് സ്ലോ കുക്ക് ചെയ്യുന്ന ഒരു ഡിഷാണ് ഈ നിഹാരി. മട്ടൻ നിഹാരി എന്നാണ് പറയാൻ വരുന്നത്, പക്ഷേ നമ്മൾ വാങ്ങിയത് ബീഫ് നിഹാരിയാണ്. ഓഫ് കോഴ്സ് ഈ ബീഫ് ഭയങ്കര സോഫ്റ്റാണ്. ഗ്രേവി ആണെങ്കിൽ നല്ല ക്രീമിയാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു റൊട്ടിയും പിന്നെ അതിൻ്റെ കൂടെയുള്ള കുറച്ച് ജിഞ്ചർ, ദഹനത്തിന് നല്ലതാണല്ലോ, കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും അയ്യോ എന്താ പറയേണ്ടതെന്നറിയില്ല. മെൽറ്റ് ഇൻ മൗത്ത് ടൈപ്പാണിത്. പിന്നെ ഈ റൊട്ടിയും നിഹാരിയും കൂടെ ചേർത്ത് കഴിക്കുമ്പം ഏകദേശം ഒരു 540 കാലറീസ് വരുന്നുണ്ട്. ഒരു ബ്രഞ്ചിന് 540 കാലറീസ് ഓക്കെയാണ്, പക്ഷേ ഓവർ ഈറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ പ്രൊബയോട്ടിക്കിന് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട തൈരും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ കൂടെ മിക്സ് ചെയ്യുമ്പം ശരിക്കും നല്ല ഒരു റിഫ്രഷിങ് എഫക്റ്റാണ് കിട്ടുന്നത്. വയറിനും മനസ്സിനും സത്യത്തിലൊരു റിഫ്രഷിങ് എഫക്റ്റ് ഉണ്ട്. ഒരു റൊട്ടി കഴിക്കാൻ പാകത്തിന് ഒരു പീസ് ബീഫും പിന്നെ ഈ ഗ്രേവിയും ധാരാളമാണ്. വയറും നിറയും. ഒരു 5 hours പണിയെടുക്കാനുള്ള കാലറിയും ഇതിൽ നിന്ന് കിട്ടും. അപ്പം ശരി.